അൺചേഞ്ചിങ് സം. ഈ സെക്ഷനിൽ നമ്മൾ ഒരു പോളിഗണിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി കൊടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ആണുള്ളത്. ഒന്ന് എ ബി സി. വെർട്ടെക്സ് എയിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. കാരണം ഇവ ലീനിയർ പെയറാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഒരു വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർസിലായിരിക്കും. സോ ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അവ ലീനിയർ പെയർസാണ്. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതേപോലെ വെർട്ടെക്സ് ബിയിലെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. കാരണം അവയും ലീനിയർ പെയർസാണ്. So inner angle at B plus outer angle at B is equal to 180 degree because they are linear pair. ഇതിനും ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അതേപോലെ വെർട്ടെക്സ് സിയിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താലും 180 ഡിഗ്രി കിട്ടും. കാരണം അവ ലീനിയർ പെയർസ് ആയിരിക്കും. സോ ഇന്നർ ആംഗിൾ അറ്റ് സി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അവ ലീനിയർ പെയർസാണ്. ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1, 2, 3. ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ആദ്യത്തെ ടേംസൊക്കെ ആഡ് ചെയ്യാം. ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സി പ്ലസ് ഇനി രണ്ടാമത്തെ ടേംസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഔട്ടർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി. ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സി എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അതായത് ഈ ട്രയാങ്കിളിലെ എല്ലാ ഇന്നർ ആംഗിൾസിൻ്റെയും കൂടി സമ്മാണ് ഈ പറയുന്നത്. അതേപോലെ ഔട്ടർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മാണ് ഈ പറയുന്നത്. അതേപോലെ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി 540 ഡിഗ്രിയാണ്. So this become sum of inner angles plus sum of outer angles is equal to 540 degree. ഇവിടെ പോളിഗൺ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 3 ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. സോ നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസിന് പകരം 180 ഡിഗ്രി ആണെന്ന് കൊടുക്കാം. ഇത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ സം ഓഫ് ആംഗിൾസ് വേറെ ആയേനെ. പക്ഷേ ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ഡിഗ്രി ആയത്. സോ ദിസ് ബിക്കം 180 ഡിഗ്രി പ്ലസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 540 ഡിഗ്രി. ഇതിൽ നിന്നും നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി പ്ലസ് 180 ഡിഗ്രിയെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് പോകുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആകും. ദാറ്റ് ഈസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 540 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി ദാറ്റ് ഈസ് 360 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് കണ്ടു. ഇനി നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എടുക്കാം. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ വെർട്ടെക്സ് എയിലെ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവ ലീനിയർ പെയർസാണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു ഒരു വെർട്ടെക്സിലെ ഏതൊരു പോളിഗണിൻ്റെയും ഒരു വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. കാരണം അവ ലീനിയർ പെയർസാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ഇവ ലീനിയർ പെയറാണ്. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. വെർട്ടെക്സ് ബിയിലും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. കാരണം അവ ലീനിയർ പെയർസാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അവ ലീനിയർ പെയർസാണ്. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അതേപോലെ വെർട്ടെക്സ് സിയിലും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർസിലാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് സി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. വെർട്ടെക്സ് ഡിയിലെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർസിലാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് ഡി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിന് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഈ 4 ഇക്വേഷൻസും ആഡ് ചെയ്യുമ്പോൾ ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ഡി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ഡി ഈസ് ഈക്വൽ ടു 180 degree plus 180 degree plus 180 degree plus 180 degree.
ഇന്നർ ആംഗിൾ അറ്റ് എ പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സി പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് ഡി എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അതായത് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസിൻ്റെയും കൂടി സമ്മാണ് ഈ പറയുന്നത്. അതേപോലെ ഔട്ടർ ആംഗിൾ അറ്റ് എ പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ബി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സി പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ഡി എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. അതായത് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസിൻ്റെയും സമ്മാണിത്. 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് 720 ഡിഗ്രിയാണ്. സോ ദിസ് ബിക്കം സം ഓഫ് ഇന്നർ ആംഗിൾസ് പ്ലസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി. ഇത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. സോ അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. കാരണം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ഡയഗണൽ വരച്ചാൽ ഇവിടെ 2 ട്രയാങ്കിളാണ് കിട്ടുക. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സോ 2 ട്രയാങ്കിൾസിൻ്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി 360 ഡിഗ്രിയാണ്. സോ ദിസ് ബിക്കം 360 ഡിഗ്രി പ്ലസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കുക. അതിനു വേണ്ടി പ്ലസ് 360 ഡിഗ്രിയെ ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 360 ഡിഗ്രി ആകും. ദാറ്റ് ഈസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി മൈനസ് 360 ഡിഗ്രി ദാറ്റ് ഈസ് 360 ഡിഗ്രി. ആദ്യം നമ്മൾ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് കണ്ടു. ഇപ്പോഴാവട്ടെ ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ n സൈഡുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാകുമെന്ന് നോക്കാം. n സൈഡുള്ള ഒരു പോളിഗണിന് n വെർട്ടിസസ് ആണ് ഉണ്ടാവുക. കാരണം 3 സൈഡുള്ള പോളിഗണായ ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ആണ്. 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററിന് 4 വെർട്ടിസസ് ആണ്. അങ്ങനെ എല്ലാ പോളിഗണിനും എത്ര സൈഡ്സ് ഉണ്ടോ അത്ര തന്നെ വെർട്ടിസസ് ഉണ്ടാകും. സോ n സൈഡുള്ള പോളിഗണിന് n വെർട്ടിസസ് ആണ് ഉണ്ടാവുക. n സൈഡുള്ള പോളിഗണിൻ്റെ ഫസ്റ്റ് വെർട്ടിസിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടുക. കാരണം ഏതൊരു പോളിഗണിൻ്റെയും ഏതൊരു വെർട്ടെക്സിലെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർസാണ്. സോ അവയുടെ സമ്മ് 180 ഡിഗ്രിയാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. കാരണം ഇവ ലീനിയർ പെയർസാണ്. അതേപോലെ n സൈഡുള്ള പോളിഗണിൻ്റെ സെക്കൻഡ് വെർട്ടെക്സിലെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. കാരണം അവയും ലീനിയർ പെയർസാണ്. സോ ഇന്നർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അവ ലീനിയർ പെയർസാണ്. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അങ്ങനെ തേർഡ് വെർട്ടെക്സിലും ഫോർത്ത് വെർട്ടെക്സിലും അങ്ങനെ nth വെർട്ടെക്സിലെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ആഡ് ചെയ്താലും 180 ഡിഗ്രി തന്നെയാണ് കിട്ടേണ്ടത്. കാരണം അവ ലീനിയർ പെയർസ് ആയിരിക്കും. സോ ഇന്നർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അവ ലീനിയർ പെയർസാണ്. ഇതിന് ഇക്വേഷൻ n എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ എല്ലാ ഇക്വേഷൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇന്നർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് എക്സെട്ര ഇന്നർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് എക്സെട്ര പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി എക്സെട്ര പ്ലസ് 180 ഡിഗ്രി. ഇന്നർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് എക്സെട്ര പ്ലസ് ഇന്നർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ n സൈഡുള്ള പോളിഗണിൻ്റെ എല്ലാ ഇന്നർ ആംഗിൾസിൻ്റെയും കൂടി സമ്മാണ്. സോ ദിസ് ഈസ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. അതേപോലെ ഔട്ടർ ആംഗിൾ അറ്റ് ഫസ്റ്റ് വെർട്ടെക്സ് പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് സെക്കൻഡ് വെർട്ടെക്സ് എക്സെട്ര പ്ലസ് ഔട്ടർ ആംഗിൾ അറ്റ് nth വെർട്ടെക്സ് എന്ന് പറയുന്നത് n സൈഡുള്ള പോളിഗണിൻ്റെ എല്ലാ ഔട്ടർ ആംഗിൾസിൻ്റെയും സമ്മാണ്. സോ ദാറ്റ് ഈസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇവിടെ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് എക്സെട്ര 180 ഡിഗ്രി n ടൈംസ് ആണ് വരുന്നത്. സോ ദിസ് ബിക്കം n ഇൻറ്റു 180 ഡിഗ്രി. സോ ദിസ് ബിക്കം സം ഓഫ് ഇന്നർ ആംഗിൾസ് പ്ലസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 180 ഡിഗ്രി. സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് n സൈഡഡ് പോളിഗൺ n-2 ഇൻറ്റു 180 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ബിക്കം n-2 ഇൻറ്റു 180 ഡിഗ്രി പ്ലസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 180 ഡിഗ്രി. ഇതിൽ നിന്നും നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കുക. അതിനു വേണ്ടി n-2 ഇൻറ്റു 180 ഡിഗ്രിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് n-2 ഇൻറ്റു 180 ഡിഗ്രി ആകും. ദാറ്റ് ഈസ്
Sum of outer angles is equal to n into 180 degree minus n minus 2 into 180 degree. റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസ് മൈനസ് ചെയ്തിരിക്കുകയാണ്. അതായത് n into 180 degree മൈനസ് n minus 2 into 180 degree. ഈ രണ്ട് ടേമിലും അതായത് n into 180 degree n minus 2 into 180 degree എന്ന ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ടുള്ളത് 180 ഡിഗ്രിയാണ്. സോ നമുക്ക് 180 ഡിഗ്രി പുറത്തെടുക്കാം. ആദ്യത്തെ ടേമിൽ 180 ഡിഗ്രി പുറത്തെടുത്താൽ ബാക്കിയുള്ളത് n ആണ്. രണ്ടാമത്തെ ടേമിൽ 180 ഡിഗ്രി പുറത്തെടുത്താൽ ബാക്കിയുള്ളത് n minus 2 ആണ്. നടുക്കുള്ള മൈനസും ഇട്ട് കൊടുക്കണം. സോ ദിസ് ബിക്കം 180 ഡിഗ്രി ഇൻറ്റു n മൈനസ് n minus 2. ഇവിടെ മൈനസിനെ എന്നിനും മൈനസ് 2വിനും ബാധകമാണ്. മൈനസ് ഇൻറ്റു n മൈനസ് n ആണ്. Minus of minus 2 plus 2 ആണ്. So this become 180 degree into n minus n plus 2. The n minus n 0 ആണ്. So this become 180 degree into 2, that is 360 degree. അപ്പോൾ n സൈഡുള്ള പോളിഗണിൻ്റെയും സം ഓഫ് outer angles 360 ഡിഗ്രി തന്നെയാണ്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം 3 സൈഡുള്ള പോളിഗണായ ട്രയാങ്കിളിൻ്റെ സം ഓഫ് outer angles 360 ഡിഗ്രിയാണ്. 4 സൈഡുള്ള പോളിഗണായ ക്വാഡ്രിലാറ്ററിൻ്റെ സം ഓഫ് outer angles-ഉം 360 ഡിഗ്രിയാണ്. അങ്ങനെ n സൈഡുള്ള പോളിഗണിൻ്റെയും സം ഓഫ് outer angles 360 ഡിഗ്രിയാണ്. സോ എത്ര സൈഡുള്ള പോളിഗൺ ആയാലും അതിൻ്റെ സം ഓഫ് outer angles 360 ഡിഗ്രി ആയിരിക്കും.